ഇത് നമ്മുടെ പഴുത്തൊലിയില്ലേ തലേ ദിവസം വെള്ളത്തിലിട്ടത്. ഇപ്പോൾ കറക്റ്റ് 24 ഹവറായി. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്തൊരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇട്ട് വെള്ളത്തിലിട്ടതാണ്. ഇതിനെ നന്നായിട്ട് ഞെരടി അരിച്ചെടുത്തിട്ട് അതിനെ നമ്മളിങ്ങനെ മെഷർമെൻറ്റ് കപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ സ്പ്രേ ബോട്ടിലാക്കാറാണ് പതിവ്. എടുക്കുന്നതിന് 3 ഇരട്ടി. ഇതാകുമ്പം കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും. എന്നിട്ട് ഞാൻ അതിങ്ങനെ അരഞ്ചും പുറഞ്ചും റോസസിന് മുകളിൽ നിന്നും താഴെ നിന്നും ഒക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. ഇതിന് ഭയങ്കര ഒരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. റോസസ് നന്നായിട്ട് പൂക്കും. ഇതിൽ കണ്ടില്ലേ, ചെറിയ ചെടിയാണ്, പക്ഷെ നിറച്ചും പൂക്കളും ഒത്തിരി ബഡ്സുകളും വരാൻ തുടങ്ങി. ഇത് എൻ്റെ ഒരു ചെടി ഉണ്ടായിരുന്നത്, അത് പൂക്കാണ്ട് ഇങ്ങനെ വാടി അതിൻ്റെ ഇലകൾ കണ്ടില്ലേ കരിഞ്ഞ് ഉണങ്ങിയൊക്കെ തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇതിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, എനിക്കിപ്പോൾ പുതിയ ഒത്തിരി മുകുളങ്ങളും പൂക്കളും വന്നു തുടങ്ങി. എനിക്ക് കുറേ നാളായിട്ട് വാങ്ങിയിട്ട് വളരുന്നുമില്ല, കുരുടിക്കണില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന റോസാണ്. പിന്നെ ഞാനിത് കാന്താരിയിലും അപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് കായൊന്നൊക്കെ നഷ്ടപ്പെട്ട് നിന്നിരുന്ന കാന്താരിയാണ്. ഇപ്പോൾ അത് വീണ്ടും കഴിച്ചു തുടങ്ങി. ഞാനിങ്ങനെ അതേ വഴുതനയ്ക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി. വഴുതനയിലുണ്ടല്ലോ ഇപ്പോൾ നിറച്ചും പെൺപൂക്കൾ ഉണ്ടാവുന്നുണ്ട്. മുന്നേ ഒത്തിരി പൂക്കളുണ്ടായാലും കൊഴിഞ്ഞു പോയി. പിന്നെയാണ് മനസ്സിലായത് വഴുതനയ്ക്ക് ആൺപൂവും പെൺപൂവും ഉണ്ടെന്ന്. എൻ്റെ വഴുതനയിൽ നിറച്ച് ആൺപൂവായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം നിറച്ചും പെൺപൂക്കളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.